നമസ്കാരം. എസ് ബി ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എന്താ ചെയ്യുക, ഇങ്ങനെ പേടിച്ചാലോ? കാരണം കൊച്ചു കുട്ടികളെ പോലും ഭയമോ? ഇങ്ങനെ പേടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? കാരണം നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ വൈറലായി. കുറച്ച് കുട്ടികൾ അവരുടെ പാർട്ടി ഓഫീസ് പരിചയപ്പെടുത്തുന്ന ഒരു പരിപാടിയായിരുന്നു. അവരുടെ ബാലസംഘവുമായി ബന്ധപ്പെട്ട കുറച്ച് കുട്ടികളാണ്. അവരവരുടെ പാർട്ടി ഓഫീസ് അവർ ഏറുമാടം പോലെ കെട്ടി ഒരു ചെറിയ ഏണിയൊക്കെ കൊടുത്ത് അവർ അതിൽ കയറിയിരുന്നു കൊണ്ട് ഒരു പയ്യൻ വീഡിയോ ഒക്കെ വെച്ചിട്ട്, നല്ല കൊച്ചുകുട്ടികൾ, അവരിതാണ് ഞങ്ങളുടെ പാർട്ടി ഓഫീസ് എന്ന് പറഞ്ഞ് അവരുടെ പാർട്ടി ഓഫീസ് അവർ പരിചയപ്പെടുത്തുന്നു. ഇതൊക്കെയാണ് ഞങ്ങളുടെ പാർട്ടി ഓഫീസ്, ഇത് ഇന്ന ആളാണ്, ഇന്ന സെക്രട്ടറിയാണ്, പ്രസിഡൻ്റാണ് എന്നപ്പോൾ പറഞ്ഞുകൊണ്ട് പാർട്ടി ഓഫീസ് പരിചയപ്പെടുത്തുന്നു. വളരെ പെട്ടെന്ന് അവരുടെ ഫോളോവേഴ്സിൻ്റെ എണ്ണം കൂടുന്നു. വളരെ പെട്ടെന്ന് അതിൻ്റെ വ്യൂ കൂടി ഏകദേശം 2 മില്യൺ എന്ന് പറയുന്ന വലിയൊരു കണക്കിലേക്ക് അതെത്തുന്നു. ഇത് കണ്ടപ്പോൾ സഹിച്ചില്ല. കാരണം എന്താണ്, ഈ കുട്ടികൾ CPMകാരാണ്, അല്ലെങ്കിൽ CPM പശ്ചാത്തലമുള്ളവരാണ്, ഒരു കമ്മ്യൂണിസ്റ്റ് പശ്ചാത്തലം അവർക്കുണ്ട്. അപ്പം കമ്മ്യൂണിസ്റ്റ് പശ്ചാത്തലമുള്ള ആ കുട്ടികൾക്ക് 20 മില്യൺ വ്യൂസ് എന്ന് പറയുമ്പോൾ ചെറുതൊന്നുമല്ല. 20 ദശലക്ഷം ആളുകൾ ആ കുട്ടികളുടെ വീഡിയോ കണ്ടു എന്നാണ് അതിൻ്റെ അർത്ഥം. അത് അവരുടെ ബാക്കിയുള്ള കാര്യങ്ങൾ വിട്ടേക്കും. അത് കണ്ടപ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ ഇവിടുത്തെ UDFന് വല്ലാതെ വിറളി പിടിച്ചു. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്ക്, എല്ലാവരും കണ്ടു കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്ക് ആ വീഡിയോ പിന്നെ ഫേസ്ബുക്കിൽ കാണാനില്ല. അത് കണ്ടിട്ട് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിന് എന്ത് ചെയ്തു, കമൻ്റ് രേഖപ്പെടുത്തിയിരുന്നു. ഒരു കമൻ്റ് ഇട്ടു. മുഹമ്മദ് റിയാസ്, ബേപ്പൂർ MLA, അദ്ദേഹവും കമൻ്റ് ചെയ്തു. ഈ കമൻറ്റുകളും വന്നതോടുകൂടി ഇതങ്ങ് ഡിലീറ്റ് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങളങ്ങ് പോയി. എന്തിനാണ് ആക്ച്വലി ഇങ്ങനെ ഭയക്കുന്നത്? ഇതൊരു തരം ഭയമാണ്, നാണംകെട്ട ഭയമാണെന്ന് പറയേണ്ടി വരും. ഇവിടെ കുട്ടികളാണ്, നമുക്കറിയാം. ആ കുട്ടികൾ പറയുന്നത് കമ്മ്യൂണിസമാണ് എന്ന് നമുക്കറിയാം. അവർ വിളിച്ച മുദ്രാവാക്യം ഇൻകുലാബ് സിന്ദാബാദ് എന്നാണെന്ന് നമുക്കറിയാം. അവർ സഖാക്കന്മാരാണ്. അവരുടെ പാർട്ടി ഓഫീസ് വെറുതെ പരിചയപ്പെടുത്തി അവരുടെ കാര്യങ്ങൾ പറയുന്നതിനെ ഇവിടുത്തെ അധികാരികൾ എന്തിന് ഭയക്കണം? അപ്പോൾ പറയും മെറ്റ പറഞ്ഞു, കേരള പോയി സൈബർ വിങ് പറഞ്ഞ എന്താ, ഞങ്ങൾ മെറ്റ എന്ന് പറയുന്ന സാധനം പിന്നെ അവരുടെ AI അപ്ഡേഷൻ വന്ന സമയത്തുണ്ടായ പ്രശ്നം കാരണം പോയതാണ് എന്ന് പറയാം. ഓക്കെ, സമ്മതിക്കുന്നു. AI വിഷയമാണ് അത് പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം, AI അപ്ഡേഷനെ തുടർന്ന്. ഇത് കേരള സൈബർ വിങ്ങാണ് പറയുന്നത്. എന്നാൽ അക്ഷരാർത്ഥത്തിൽ അങ്ങനെ ആയിരുന്നു. ഈ മെറ്റയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾക്ക് അറിഞ്ഞ വിഷയങ്ങൾ തന്നെയാണ്. 3-4 ചാനലുകൾ കൊടുത്തിരുന്ന എല്ലാം എടുത്ത് ദൂരെ കളഞ്ഞു. എല്ലാ കാർഡുകളും മെറ്റയുടെ AI അപ്ഡേഷൻ ആണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും ആര് ഫേസ്ബുക്കിൽ എന്ത് അപ്ലോഡ് ചെയ്താലും ഓട്ടോമാറ്റിക്കായിട്ട് അത് ഡിലീറ്റായി പോകുന്ന സാഹചര്യം ഉണ്ടാകും. അത് പോകും, ഉറപ്പാണ്. കാര്യം എന്താ, മെറ്റയുടെ AIയുടെ ടെക്നോളജിയുടെ പ്രശ്നമാണെങ്കിൽ. എന്നാൽ നിലവിൽ അതല്ല സംഭവം. ഇത് പറയുന്നത് മെറ്റയല്ല നേരിട്ട് പറയുന്നത്, നമ്മുടെ പോലീസ് അതിനെക്കുറിച്ച് വ്യക്തമാക്കുന്നതാണ്. മെറ്റയോട് ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ മെറ്റ ഇങ്ങനെയാണ് അറിയിച്ചത്. ഇത് ഭരിക്കുന്ന ആരാ? കോൺഗ്രസ്സാണ്, UDF ആണ്. അതിന് പിന്നെ മന്ത്രി ആരാ? രമേശ് ചെന്നിത്തലയാണ്, തൂഫാൻ മന്ത്രി. അപ്പോൾ ഇതുകൊണ്ട് തന്നെ വരുന്ന പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് മെറ്റ ഓട്ടോമാറ്റിക്കായിട്ട് പോകുന്ന സാധനമല്ല, AI അപ്ഡേഷൻ കാരണമോ അല്ല. ഇവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ട്, കമ്മ്യൂണിസം പ്രചരിപ്പിക്കുന്നതോ മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ളതോ ആയ വാർത്തകളുടെ കണ്ടൻറ്റുള്ള ഒരു സാധനങ്ങളും നിങ്ങൾ വെച്ച് പൊറുപ്പിക്കരുത് എന്ന് മെറ്റയ്ക്ക് കർശനമായ നിർദ്ദേശം ഇവിടുന്ന് പോയിട്ടുണ്ട്. അത് ഈസിയായിട്ട് നടക്കുന്ന കാര്യമുള്ളൂ. അതായത് സംസ്ഥാന സർക്കാരിൽ നിന്ന് കേന്ദ്ര സർക്കാർ വഴി ഈ സാധനം മെറ്റയിലേക്ക് പോയിട്ടുണ്ടോ എന്നുള്ള കാര്യം യാതൊരു സംശയമില്ല. അത് മെറ്റ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അവിടെ നിന്ന് ഇങ്ങനെ ഒരു അറിയിപ്പ് വന്നതിനെ തുടർന്നാണ് ഞങ്ങൾ ഈ പരിപാടി വേണ്ട എന്ന് വെച്ചത്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, ഇത് അങ്ങനെ അവസാനിക്കുന്ന ഒരു പാർട്ടിയല്ല, അങ്ങനെ അവസാനിപ്പിക്കാനും കഴിയില്ല. ഇവിടെ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതുവരെ ചില പ്രത്യേക ചാനലുകൾ, ഇപ്പം റിപ്പോർട്ടർ അടക്കമുള്ള, ന്യൂസ് മലയാളം അടക്കമുള്ള, കൈരളി TV അടക്കമുള്ള ചാനലുകളുടെ പിന്നെ ഈ പറയുന്ന അവരുടെ ഡിജിറ്റൽ കാർഡുകളാണ് പോയത്. എന്നാൽ അത് കഴിഞ്ഞിട്ട് അവർ നടത്തിയ പരിശ്രമത്തിൻ്റെ ഭാഗമായി ഇത് റീഇൻസ്റ്റേറ്റ് ചെയ്ത് കിട്ടി. അത് റീഇൻസ്റ്റേറ്റ് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, അതിൻ്റെ ഒരു വാലിഡിറ്റി കഴിഞ്ഞു. അതായത് ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ അത് സെൻസേഷണലായിട്ട് നിൽക്കുന്ന ഒരു ടൈം ഓഫ് പീരീഡ് ഉണ്ട്. ആ പീരീഡ് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് അത് വീണ്ടും റീഇൻസ്റ്റേറ്റ് ചെയ്യപ്പെടുന്നത്. അങ്ങനെ റീഇൻസ്റ്റേറ്റ് ചെയ്തു. പക്ഷേ അതൊരു വിജയമാണ്. മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെ മുകളിലേക്ക് ഇവിടുത്തെ അധികാരവർഗം കടന്നു കയറിയപ്പോൾ അതിനെതിരെ പോരാടി നേടിയ വിജയമായി തന്നെ അതിനെ കാണേണ്ടി വരും. അപ്പോൾ ഇവിടെ സംഭവിച്ചത് എന്താ, ഇത് ഒരു മാധ്യമ അടിയന്തരാവസ്ഥ, മീഡിയ എമർജൻസി പ്രഖ്യാപിച്ചതിന് തുല്യമായിരുന്നു. മാധ്യമങ്ങൾ മിണ്ടരുത്, മാധ്യമങ്ങൾ ഈ പറയുന്ന പഞ്ചപുച്ഛമടക്കി ജീവിക്കണം.
സർക്കാരിനെതിരായി ഒരു കാർഡ് പോലും, ഒരു ഗ്രാഫിക്സ് കാർഡ് പോലും പുറത്തേക്ക് വിടാൻ പാടില്ല എന്ന് പറയുന്ന വൃത്തികെട്ട ഒരു നയമായിരുന്നു ശരിക്കും ഇവിടെ നടപ്പിലാക്കിയത്. അതിന് ഏതറ്റം വരെ പോണ് സർക്കാരിനെ ഇകഴ്ത്തി കാണിക്കുന്ന, സർക്കാരിനെ ഇകഴ്ത്തി കാണിക്കുക എന്ന് പറഞ്ഞാൽ വി ഡി സതീശനെ ഇകഴ്ത്തി കാണിക്കുകയല്ല. വി ഡി സതീശൻ എന്ന് പറയുന്ന വ്യക്തി എന്താണ് ചെയ്തതെന്നതിനെ കുറിച്ചല്ല. അവിടെ വി ഡി സതീശൻ എന്ന് പറയുന്ന ഒരു വ്യക്തി നടത്തിയിട്ടുള്ള, മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഒരു സ്ഥാനത്തിരുന്നു കൊണ്ട് നടത്തിയിട്ടുള്ള അസത്യ പ്രചരണങ്ങളെ തുറന്നു കാട്ടുകയായിരുന്നു പല കാർഡുകളും. നമുക്കറിയാം, ഓപ്പറേഷൻ തൂഫാൻ്റെ ഭാഗമായി ഹുസൈൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ ഒരു പോലീസ് പിടിക്കുന്നു. മുഹമ്മദ് ഹുസൈൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. മുഹമ്മദ് ഹുസൈൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ പോലീസ് പിടിക്കുന്നു. പിടിച്ചപ്പോൾ അവൻ തന്നെ പറയുന്നത് എന്താണ്? ഞാൻ മുഖ്യമന്ത്രിയുടെ അടുത്ത ആളാണ്. അതിന് തെളിവായി അവൻ്റെ കയ്യിലുണ്ടായിരുന്ന, സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്ന പല ഫോട്ടോകളും റീലുകളും കാണിച്ചു കൊടുത്തു പോലീസിനെ. ഇല്ല എന്ന് അവനും നിഷേധിച്ചിട്ടില്ല. അത് കണ്ടപ്പോൾ മനസ്സിലായി ഇവൻ കുഞ്ഞു പുള്ളിയൊന്നും അല്ല എന്നുള്ള കാര്യം. പിന്നീട് മുഖ്യമന്ത്രിയുമായി ഇവൻ അടുപ്പത്തിലാണ് എന്നുള്ളത് തെളിയിക്കുന്ന വീഡിയോകളും ഫോട്ടോകളും എല്ലാം സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുന്നു. എന്നാൽ മുഖ്യമന്ത്രി പറഞ്ഞ ചില കള്ളത്തരങ്ങളുണ്ട്. മുഖ്യമന്ത്രി അവിടെ നിന്നിട്ട് പറഞ്ഞ കാര്യം എന്താ? എനിക്ക് ഇയാളെ അറിയാം. ഏതാണ്? നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ നടത്തിയ ലാത്തി ചാർജിൽ ഗുരുതരമായി പരിക്കേറ്റ ഒരു ചെറുപ്പക്കാരനാണ് മുഹമ്മദ് ഹുസൈൻ, അല്ലെങ്കിൽ ഹുസൈൻ എന്ന് പറയുന്ന കുട്ടി, അല്ല ആള്, പിന്നെ യൂത്ത് കോൺഗ്രസ്സുകാരൻ. അങ്ങനെ അവനെ ഫോണിൽ വിളിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എന്നാൽ ഇവർ തമ്മിൽ 40ഓളം തവണ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. നമുക്കറിയാം, ഇപ്പം എന്നിട്ട് രമേശ് ചെന്നിത്തല പറഞ്ഞ എന്താ, ഇപ്പം നമുക്കറിയാൻ പറ്റും ഒരാളൊന്ന് ഫോട്ടോ എടുക്കുമ്പോൾ അയാൾ കഞ്ചാവുകാരനാണോ ഹവാലക്കാരനാണോ എന്ന്. പക്ഷെ അവൻ അങ്ങനെയല്ല, അവൻ യൂത്ത് കോൺഗ്രസ് നേതാവും കൂടിയാണെന്നേ. അവിടെയാണ് പ്രശ്നം. ഇവിടെ നമ്മൾ പരിശോധിക്കുമ്പോൾ ശരിയാണ്, 40ലേറെ തവണ കൂടിക്കാഴ്ച നടത്തിയ ഒരാളാണ്. അപ്പം മുഖ്യമന്ത്രി പറഞ്ഞത് കള്ളമാണ്. ആദ്യമായിട്ട് വിളിക്കുന്ന നവകേരള സദസ്സിനല്ല, അതിന് മുൻപ് തന്നെ ഇവർ തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്, ഇവർ തമ്മിൽ കണ്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് വി ഡി സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിക്ക് അത്ര പിടിക്കാതെ പോയത്. അപ്പോൾ ത്രൂ പ്രോപ്പർ ചാനൽ മെറ്റയുമായി ബന്ധപ്പെടുന്നു. അങ്ങനെ കണ്ടൻറ്റുകളുള്ള കാർഡുകളെല്ലാം ഡിലീറ്റ് ചെയ്യണം എന്നാവശ്യപ്പെടുകയും ചെയ്തു. സംഭവം സിമ്പിളാണ്. എന്നിട്ട് ഇപ്പോൾ സംഭവിച്ചത് എന്താ? ഇപ്പോൾ സംഭവിച്ചത് ഈ കുട്ടികൾ രംഗത്തേക്ക് വന്നു. അപ്പോൾ കൊച്ചു കുട്ടികളെ പോലും ഭയക്കുന്ന ഒരു ഭരണകൂടം. നമ്മൾ ആലോചിച്ച് നോക്കൂ. അവർക്ക് ഈ നാട്ടിൽ വീഡിയോ ചെയ്യാനും അവർക്ക് അവരെ പരിചയപ്പെടുത്താനും അവർക്ക് ഈ ലോകം മുഴുവൻ തങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരാണ് എന്ന് പറയുന്നതിനും അവർക്ക് യാതൊരു അധികാര വിലക്കുകളുമില്ല. അവർക്ക് പറയാം. അവരെ 20 മില്യൺ ആൾക്കാർ കണ്ടു കഴിഞ്ഞപ്പോൾ, 20 ദശലക്ഷം ആൾക്കാർ അത് കണ്ടു കഴിഞ്ഞപ്പോൾ അത് എടുത്ത് മാറ്റിയേക്കാൻ മെറ്റയ്ക്ക് നിർദ്ദേശവും കൊടുത്തു. ഇങ്ങനെ കുട്ടികളെ പോലും എന്തിനാണ് സർ ഭയക്കുന്നത്? അങ്ങനെ ഭയന്ന് എത്ര കാലം എവിടെയൊക്കെ ഓടി ഒളിക്കാൻ കഴിയും? മോശമല്ലേ ഇതൊക്കെ? അവസാനം എന്ത് ചെയ്തു? പിണറായി വിജയൻ ആ കുട്ടികളെ നേരിട്ട് വിളിക്കുന്നു. പ്രതിപക്ഷ നേതാവ് നേരിട്ട് വീഡിയോ കോൾ ചെയ്ത് ആ കുട്ടികളോട് സംസാരിക്കുന്നു. അതിനുശേഷം അത് പോസ്റ്റ് ചെയ്യപ്പെടുന്നു, അത് വ്യാപകമായി ഷെയർ ചെയ്യപ്പെടുന്നു. എന്ത് ഭംഗിയുള്ള സാധനമായിരുന്നു അത്! എത്ര ഭംഗിയുള്ള കാര്യമാണ്! ആ മുഖ്യമന്ത്രി ആയിരുന്ന പിണറായി വിജയൻ സംസാരിച്ചത് തൂഫാൻ കേസിൽ അകപ്പെട്ട ഒരു പ്രതിയോടായിരുന്നില്ല, ആ പറയുന്ന കുട്ടികളോടാണ്. അവർ കൃത്യമായി, എന്നിട്ട് അവർ തന്നെ പരിചയപ്പെടുന്നു. ഞാൻ അവർ പ്രസിഡൻ്റാണ്, വൈസ് പ്രസിഡൻ്റാണ്, സെക്രട്ടറി ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പിണറായി വിജയനെ പരിചയപ്പെടുത്തുന്ന ഗംഭീരമായ ഒരു വീഡിയോ ഇതാ ഇപ്പം സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട്. ഇതൊക്കെയാണ് പറയുന്നത്. നമ്മുടെ സംവിധാനം, അല്ലെങ്കിൽ സർക്കാർ എന്ന് പറയുന്ന സംവിധാനം ആരെയും തകർക്കാൻ വേണ്ടി ആകരുത്. പറയുമ്പോൾ കൃത്യങ്ങൾ ആൾക്കാർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ, അല്ലെന്നുണ്ടെങ്കിൽ ഒരു കാര്യം പറയുമ്പോൾ അതിനകത്തൊരു വസ്തുതകൾ ഉണ്ടാവണം. കാരണം കേരളത്തിലെ ഏറ്റവും എക്സിക്യൂട്ടീവ് പൊസിഷനിലിരിക്കുന്ന ഒരാളാണ് നമ്മുടെ മുഖ്യമന്ത്രി. അപ്പോൾ അത്രയും ശക്തമായ ഒരു സ്ഥാനത്തിരിക്കുന്ന മുഖ്യമന്ത്രി പൊതുജനത്തോട് കാണിക്കേണ്ട ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഉത്തരവാദിത്തത്തിൽ നിന്നും ഒളിച്ചോടുന്നു എന്ന് വേണം നമ്മൾ ഈ കാര്യങ്ങളിലൊക്കെ കാണാൻ, ഇങ്ങനെ കള്ളം പറയുന്നതിലൂടെ. ഇപ്പോൾ നമുക്കറിയാം എം എസ് സിയുമായി ബന്ധപ്പെട്ട കേസിൽ മുഖ്യമന്ത്രി കള്ളം പറഞ്ഞു എന്നുള്ള കാര്യം വ്യക്തമായില്ലേ? വിവരാവകാശ രേഖകൾ തെളിയിക്കുന്നില്ലേ? ഈ പറയുന്ന തൂഫാൻ കേസിലെ മുഹമ്മദ് ഹുസൈൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനുമായി കൂടിക്കാഴ്ച അല്ലെങ്കിൽ ഫോൺ വിളിക്കുന്നത് നവകേരള സദസ്സിന് ശേഷം എന്നെ തുടർന്നാണ് എന്ന് പറഞ്ഞില്ലേ? അത് കള്ളമാണ് എന്ന് തെളിഞ്ഞില്ലേ? അങ്ങനെ എത്ര കള്ളങ്ങളാണ് നമ്മുടെ മുഖ്യമന്ത്രിയുടെ വായിൽ നിന്ന് വീണുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഇതിനു മുമ്പ് പറഞ്ഞെന്താ? അവിടെ പോയി ഞാൻ വളരെ പെട്ടെന്ന് ഒരു ഇൻവെസ്റ്ററെ കാണാൻ വേണ്ടിയിട്ടാണ് കൊച്ചിയിലേക്ക് പോയതെന്ന് അദ്ദേഹം പറഞ്ഞു. പിന്നീട് അത് എത്ര തവണ അദ്ദേഹം മാറ്റി പറഞ്ഞു ആ ഒരു സംഭവം. ആ ഇൻവെസ്റ്ററിനെ കുറിച്ച് ഇതുവരെ കേരളത്തിലെ ഒരു കുഞ്ഞിനും അറിയില്ല. ഇതിനു മുൻപ്, അധികാരമേൽക്കുന്നതിന് മുമ്പ് കർണാടകയിലേക്ക് അദ്ദേഹം നടത്തിയൊരു യാത്രയുണ്ടായിരുന്നു. കർണാടകയിലേക്ക് നടത്തിയ ആ യാത്രയെക്കുറിച്ച് അദ്ദേഹത്തോട് ചോദിച്ചിട്ടും അദ്ദേഹം പറഞ്ഞ എന്താ? ഞാൻ ആദ്യം മൂകാംബിക ദർശനത്തിന് പോയതാണ് എന്ന് പറയുന്നു.
അതിനുശേഷം വീണ്ടും മാറ്റി പറയുന്നു ആര്യാടൻ മുഹമ്മദിൻ്റെ ഒരു അകന്ന ബന്ധുവിനെ കാണാനായി ഞാൻ മംഗലാപുരത്തേക്ക് പോയതാണ് എന്ന് അദ്ദേഹം പറയുന്നു. എവിടെയാണ് സർ ഒരു മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഒരാളെ വിശ്വസിക്കേണ്ടത്? എവിടെയാണ് അദ്ദേഹത്തിൻ്റെ ആശയങ്ങളെയും അദ്ദേഹത്തിൻ്റെ വാക്കുകളെയും നമ്മുടെ കേരളത്തിലുള്ളവർ മുഖവിലക്കെടുക്കേണ്ടത്? ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പോൾ അതിനെ ചൂണ്ടിക്കാണിക്കുന്നവർക്കെതിരെ അല്ലെങ്കിൽ അതിനെ ചൂണ്ടിക്കാണിക്കുന്ന ആളുകളെ ഇവിടെ നിന്ന് വാ മൂടിക്കെട്ടുന്ന ഒരു സമീപനമാണ് സത്യത്തിൽ ഇപ്പോൾ മെറ്റയുമായി ചേർന്നുകൊണ്ട് ഭയന്ന് പോയ സർക്കാർ സംവിധാനങ്ങൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം, ഈ കുട്ടികൾ പൊതുജനശ്രദ്ധ ആകർഷിച്ചാൽ ഇടതുപക്ഷം അല്ലെങ്കിൽ കമ്മ്യൂണിസം വലിയ തോതിൽ ഇവിടെ വ്യാപകമാകുമെന്ന് പറയുന്ന ഒരു തോന്നൽ, അതിനെ ഭയക്കുന്നുണ്ട്, പ്രതിരോധിക്കാൻ കഴിയാത്തവണ്ണം ഭയക്കുന്നുണ്ട്. അതാണ് പ്രശ്നം. അതുകൊണ്ടാണ് മെറ്റയിൽ തൻ്റെ സ്വാധീനം ഉപയോഗിച്ച് അവർക്ക് റിക്വസ്റ്റ് കൊടുത്തിട്ട് മെറ്റയിൽ നിന്ന് ആ വീഡിയോ പോലും ഡിലീറ്റ് ചെയ്യപ്പെട്ടത്. പക്ഷേ ഇപ്പോൾ 10 മടങ്ങ് ശക്തിയോടുകൂടി അവർ തിരിച്ചു വന്നുകൊണ്ടിരിക്കുക. അത് പക്ഷേ ഇനിയിപ്പോൾ ചെയ്താലും ആ ഭീരുത്വം എന്ന് പറയുന്നൊരു സാധനം ഈ പറയുന്ന UDF-ൻ്റെ ഉള്ളിൽ നിന്ന് മാറാതെ രക്ഷയില്ല എന്ന് മാത്രം. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.